എന്തു പറ്റിയ ഫുർക്ക? ആകെ ഒരു മ്ലാനത. എന്റെ വസീറെ, ഞമ്മളെ മോനെ ഒരു പെണ്ണ് ശരിയാണില്ല. 2 കൊല്ലായി നമ്മൾ ഓനും വേണ്ടി പെണ്ണ് അന്വേഷിച്ച് നടക്കണ്. ഒന്നങ്ങോട്ട് ശരിയാണില്ലടോ. നിങ്ങക്ക് നമ്മളെ കുന്നാങ്കലത്തുള്ള തങ്ങളെ അറിയോ? പിന്നെ ഞമ്മളെ മഷിക്കോയ തങ്ങളല്ലേ, മൂപ്പരാള് പുലിയല്ലടോ. അതാ പറഞ്ഞത്. നിങ്ങൾ പോയിട്ട് മൂപ്പരൊന്ന് കാണു, എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരാതിരിക്കില്ലാന്ന്. നിങ്ങള് പറഞ്ഞതിരിക്ക് മൂപ്പരെ കണ്ടില്ലാന്ന് വേണ്ട, ഇന്ന് തന്നെ പോയേക്കാം. മകന് വേണ്ടി പെണ്ണന്വേഷിക്കാണില്ലേ? അതെ തങ്ങളെ. ഓ, ഭയങ്കരം തന്നെ. കൊറേ ആലോചനകൾ വരുന്നുണ്ട്, ഒന്നങ്ങോട്ട് ശരിയാണില്ല. എന്തെങ്കിലും കാരണം കൊണ്ട് അവസാനം ഒഴിഞ്ഞു പോവുക. പരിഹാരം ഞാൻ പറഞ്ഞു തരാം. അടുക്കളയാണ് പ്രശ്നം. അടുക്കളെ? അടുക്കളക്ക് ഇപ്പൊ എന്താ പ്രശ്നം? എന്തായാലും നിങ്ങൾ പറഞ്ഞതിരിക്ക് നമ്മൾ അടുക്കള ഒന്ന് മാറ്റി നോക്കട്ടെ, എന്നിട്ട് വരാം. അടുക്കള മാറിയ സകല പ്രശ്നവും. എന്തു പറ്റി ഗഫൂർക്ക? നിങ്ങളെ മോന് ഇതുവരെ പെണ്ണ് ശരിയായില്ലേ? ഇല്ല ബഷീറെ. ഞാൻ പറഞ്ഞ എന്താ നിങ്ങൾ പോയി കണ്ടില്ലേ? ഈ പറഞ്ഞ പോലെ ഞാൻ എന്റെ കെട്ടിയോള് സൂറാബിനെയും കൂട്ടി ഈ പറഞ്ഞ തങ്ങളെ വിട്ടു പോയി. മൂപ്പര് പറഞ്ഞ അടുക്കള ശരിയല്ലാന്ന്. അടുക്കള മാറ്റിയാലേ പ്രശ്നത്തിന് പരിഹാരമാവൂന്ന്. എന്നിട്ട് എന്തായി? നിങ്ങൾ അടുക്കള മാറ്റിയില്ലേ? പിന്നല്ലാണ്ട് 4-5 ലക്ഷം ഉറുപ്പ്യ മുടക്കി പഴയ അടുക്കള പൊളിച്ച് പുതിയ അടുക്കള ഉണ്ടാക്കി. ഇനി എന്താ പ്രശ്നം? ശരിക്കും ഒന്ന് അന്വേഷിച്ചാ മതി. ഓന് പെണ്ണ് കിട്ടുമെന്ന്. ഓന് പെണ്ണ് ചോദിച്ചു പോകാത്ത ഒരു വരെ ഈ ദുനിയാവിലില്ല. അങ്ങനെ ഞമ്മൾ പിന്നെയും തങ്ങളെടുത്ത് പോയി. അന്ന് ഞമ്മൾ ഒറ്റക്കാണ് പോയത്. അന്നേരം മൂപ്പര് പറയാണ്, തങ്ങളെ അടുക്കളൊക്കെ ഞമ്മൾ പുതുക്കി പടിഞ്ഞ്, എന്നിട്ട് മോനെ പെണ്ണ് ശരിയായില്ലാന്ന്. ഞമ്മക്ക് മനസ്സിലായില്ല. എടോ ബടുക്കൂസേ, അടുക്കള മാറ്റണം എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിച്ചത് അന്റെ കെട്ടിയോളെ മാറ്റണം എന്നാണ്. ഞമ്മക്ക് മനസ്സിലായില്ല. കഴിഞ്ഞ തവണ വരുമ്പോ കൂടെ അന്റെ കെട്ടിയോളുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പെണ്ണിന്റെ വീട്ടുകാര് ചെക്കനെ കുറിച്ച് വട്ടക്കാരോടൊക്കെ അന്വേഷിക്കും. അപ്പൊ എല്ലാരും അന്റെ കെട്ടിയോളെ തനി സ്വഭാവം പറയും. വന്നോരൊന്നും പിന്നെ വഴിക്ക് വരൂല. അന്റെ കെട്ടിയോള് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് അടുക്കള ശരിയല്ല എന്ന് പറഞ്ഞത് കേട്ടോ. എന്നാ പിന്നെ നിങ്ങളെ മോനും വേണ്ടിയല്ല, ആദ്യം നിങ്ങൾക്ക് നല്ലൊരു പെണ്ണ് നോക്കി എന്നിട്ട് മോനെ കെട്ടിക്കാം. നമുക്ക് ഒരു കാര്യം മനസ്സിലായി, പേരയിലുള്ള പെണ്ണുങ്ങൾ നന്നായില്ലെങ്കിൽ പേരയിലേക്ക് നല്ല പെണ്ണും വരൂലെന്ന്.